മട്ടന്നൂർ നഗരത്തിലെ മാലിന്യം ഒഴുക്കിവിടുന്നത് മൂലം നാട്ടുകാർ ദുരിതം അനുഭവിക്കുന്ന ചെക്കൂട്ടിവയൽ പ്രദേശം ബിജെപി നേതാക്കൾ സന്ദർശിച്ചു. മലിനജലം കെട്ടിക്കിടന്ന പ്രദേശമാണ് സന്ദർശിച്ചത്. ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴിയുടെ നേതൃത്വത്തിലാണ് ചെക്യോട്ടുവയൽ പ്രദേശം സന്ദർശിച്ചത്. നഗരസഭ ഭരിക്കുന്ന LDFും ചെക്യോട്ടുവയൽ ഉൾപ്പെടുന്ന വാർഡ് പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസും പരസ്പരം ഒത്തുകളിച്ചാണ് ഈ ജനദ്രോഹ നടപടികൾക്ക് ഒത്താശ ചെയ്യുന്നതെന്ന് ബിജു എളക്കുഴി ആരോപിച്ചു. പ്രദേശത്തെ അനധികൃതമായ കെട്ടിട നിർമ്മാണം നിർത്തിവെക്കണമെന്നും ടൗണിലെ മാലിന്യം ഒഴുക്കിവിടുന്നത് അവസാനിപ്പിച്ച് ശാസ്ത്രീയമായ സംസ്കരണ സംവിധാനം കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിന് തയ്യാറാകാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭവുമായി BJP മുന്നോട്ടു പോകുമെന്നും ബിജു എളക്കുഴി പറഞ്ഞു. മട്ടന്നൂർ നഗരസഭയ്ക്ക് ചെയർമാനുണ്ട്, ചെയർമാനും രാഷ്ട്രീയമുണ്ടാകും. എന്നാൽ നഗരസഭയിൽ ഒരു സെക്രട്ടറി ഉണ്ടല്ലോ, സെക്രട്ടറിക്ക് രാഷ്ട്രീയം ഇല്ലല്ലോ, ഉദ്യോഗസ്ഥനല്ലേ. ആ ഉദ്യോഗസ്ഥന് അനധികൃത ഈ ഒരു നിർമ്മാണ പ്രവർത്തനം ഈ സെക്രട്ടറി കാണണ്ടേ, സെക്രട്ടറി ഇത് തടയണ്ടേ. ഇത് വാർത്തകൾ വന്നിട്ട് ചാനലിലും അതുപോലെ തന്നെ പത്രത്തിലും കഴിഞ്ഞ കുറേ കാലമായി വാർത്തകൾ വന്നല്ലോ. എന്നിട്ട് പോലും തടയാനുള്ള ഒരു നടപടി പോലും എടുത്തിട്ടില്ല. ഇത് ഞങ്ങൾ ആരോപിക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികളുടെ അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു ബിൽഡിംഗ് പണിയുന്നത്. ഇത്രയും വലിയ ബിൽഡിംഗ് പണിയുമ്പോൾ പാരിസ്ഥിതിക അനുമതി വേണ്ടേ? എവിടെയാണ് പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയിട്ട് ഇവർ എവിടെയാണ് അപേക്ഷ കൊടുത്തത്? ആരാണ് അതിന് അനുവാദം നൽകിയിട്ടുള്ളത്? വലിയ കുന്നുകൾ ഇടിക്കുകയാണ്, ഇടിച്ച് നിരത്തി വയൽ നികത്തുകയാണ്. നികത്തി എത്രയോ മീറ്ററുകൾ ഉയരത്തിൽ മണ്ണിട്ട് പൊക്കിയിരിക്കുന്നു. അവിടെ ഫില്ലറുകൾ പണിതിരിക്കുന്നു. ഇതാരും തന്നെ കണ്ടിട്ടില്ല. ഈ വാർഡ് ഭരിക്കുന്നതാരാ? കോൺഗ്രസ്സാണ്. പ്രതിപക്ഷമാരാണ്? കോൺഗ്രസ്സാണ്. കോൺഗ്രസും CPMും ചേർന്നിട്ടുള്ള കൂട്ടുകച്ചവടമാണ് മട്ടന്നൂർ നഗരസഭയിൽ നടക്കുന്നത്. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി VP ഷാജി, ജില്ലാ കമ്മിറ്റി അംഗം MV ശശിധരൻ, മണ്ഡലം പ്രസിഡന്റ് സജു കിളിയങ്ങാട്, ജനറൽ സെക്രട്ടറി VM കാർത്തികേയൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.